ഹലോ എവ്രി വൺ. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. ഞാനും മോനും ആ, കൊച്ചിയിലാണ് ഇപ്പോൾ. ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് അവധിയാണ്. അവന് അവന് ഡേ കെയർ ഇല്ല, അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഇത് ആക്ച്വലി ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനകത്ത് ഒരുപാട് 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 ഇഷ്യൂസ് കാണും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. എന്താ പറയുക, എന്താ ഞാനിവിടെ എന്താ കൊച്ചിയിൽ എന്നൊക്കെയുള്ളതൊക്കെ അതൊക്കെ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുകയാണ് ഇപ്പോൾ. ഫ്രഷ് ആയിട്ട് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ. ആ ഞാനപ്പം ഈ സമയത്ത് വേണ്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ടോ. എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ, അപ്പൊ ഞാൻ സ്ഥിരമായി രാവിലെ മിക്കപ്പോഴും പുട്ടാണ്. ഇവന് ആക്ച്വലി പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പുട്ട് വെക്കുന്നത്. ഇവിടെ എന്റെ ഓഫീസിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എപ്പോഴും പുട്ട് ഞാൻ എപ്പോഴും പുട്ട എന്ന് പറയും. ആ, ഓക്കെ. അപ്പൊ ഇന്ന് ആക്ച്വലി എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ഗീതു. അപ്പൊ അവള് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. ജസ്റ്റ് അവൾക്ക് എന്തൊക്കെയോ ആവശ്യമാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ രാവിലെ ഇന്ന് എനിക്ക് കുറച്ച് ജോലിയുണ്ട് വീട്ടില്. ചിക്കൻ കറി വെക്കണം എന്നുവെച്ചാ. ഈ വീക്ക് ഡേയ്സിൽ ഈവൻ ഈ ജോലിയുള്ള ദിവസം മാക്സിമം എനിക്ക് അതിനൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അവധിയുള്ള ദിവസമായിരിക്കും മാക്സിമം കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്നൊരു ചിക്കൻ കറി വെക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും ഒക്കെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞു. ഇത് ആക്ച്വലി ഞാൻ പീൽ ചെയ്താ വാങ്ങിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ്. ഭയങ്കര മടി എന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. അതിന്റെ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി പൊടിയൊക്കെ ഇട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കണം. ആക്ച്വലി ഞാൻ ഭയങ്കര കുക്കൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഇപ്പം ഇവിടെ കൊച്ചിയിലൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് ഈ കറിവേപ്പില ഉണ്ടോണേ, ഇത് മമ്മി എനിക്ക് തന്നു കേട്ടാ. നമ്മുടെ അമ്മമാരുണ്ടെങ്കിൽ അമ്മമാർ ഇങ്ങനെയൊക്കെ തന്നു വിടില്ല. ഫ്രഷ് കറിവേപ്പില വീട്ടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇതാക്കി ജസ്റ്റ് ഒരു ഡപ്പയിലാക്കി തന്നു വിട്ടതാ കേട്ടോ. നല്ല ഫ്രഷ് ആണത്. അങ്ങനെ ഇരിക്കും, ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കുക. അപ്പം ഇപ്രാവശ്യം കുഴപ്പമില്ല, തന്നു വിട്ടതാ. അപ്പൊ എന്താ പറയാ, പെട്ടെന്ന് 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 ചെയ്യാനുള്ള കാര്യങ്ങളാ. എനിക്കാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അവിടെ ആണെങ്കിൽ നമ്മുടെ ഈ കിച്ചൺ കണ്ടല്ലോ, എയർ കിട്ടാൻ ഭയങ്കര പാടാണ്. ചെറിയ കിച്ചണാ. ആക്ച്വലി നമ്മളിവിടെ കൊച്ചിയിൽ റെന്റഡ് ഹൗസ് ആണ് ആക്ച്വലി ഇവിടെ എടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ എന്താന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ എനിക്ക് പിന്നെ പറയാം എന്താ ഇവിടെ എന്നൊക്കെ ഉള്ളത്. ഞാനും മോനുമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്ത് ആക്ച്വലി എന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എനിക്ക് അവിടെ വരുന്നതിന് മുന്നേ പെട്ടെന്ന് കുക്ക് ചെയ്യണം. എനിക്ക് കുറച്ചു നേരം അവളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത്? അതോ എനിക്കിങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല. നീ പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് അത്യാവശ്യമുള്ളത് മതി എന്നാണ് എൻ്റെ ഒരു ഇത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ഓക്കെ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് മാറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടല്ലോ. അത് എനിക്കുണ്ട്. ഇപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്തൊരു ചേച്ചി നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്കില്ല. അപ്പം ഞാനും മോനും മാത്രമേ ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ്. ക്ലീനിങ് ഒരു ചേച്ചി വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇവന് ഒരു കാറ് വരയ്ക്കും. അപ്പൊ ഞാൻ ചോദിക്കുവാ എന്തുവാ വരയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുക എൻ്റെ അടുത്ത്. ലംബോർഗിനിയാ വരയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഒരു കാറിന്റെ ഫോട്ടോ കണ്ടിട്ട് അതിൽ നോക്കി ആള് വരയ്ക്കുക. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരയ്ക്കാനൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കഴിവല്ലേ വരയ്ക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും. ഇങ്ങനെ ഇതിനും ഉണ്ട്, ഇതിന് ചെറിയ കഴിവൊക്കെ ഉണ്ട് കേട്ടോ. ആള് അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിക്കുക പെട്ടെന്ന് ഇവന് ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ വലിയ ശല്യം ഇല്ലാണ്ട് ആൾ ഇരിക്കും അവിടെ. എന്നാലും വലിയ ശല്യം ഇല്ല കേട്ടോ എനിക്ക് അവനെ കൊണ്ട്.
അവൻ അവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കോളും. ചില സമയങ്ങളിൽ വരയ്ക്കുന്ന കാണാം. ചില സമയത്ത് ഇങ്ങനെ കുറെ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ മടക്കി മടക്കി ഒട്ടിക്കുന്ന കാണാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ആ ഇതിനിടയ്ക്ക് ദേ ഞാൻ പറയാൻ വന്നത് ഞാൻ ഒരു ഇച്ചിരി ചിക്കൻ മറ്റേ ഇറച്ചി വരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഇന്ന് ഫ്രൈ ആക്കി വെച്ചു. ഇത്രയ്ക്ക് ചിക്കൻ കറി ആക്കി കേട്ടോ. എല്ലാം ഒന്നും എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഭയങ്കര പാടാ. എല്ലാം ഞാൻ കയറി ചില ആൾക്കാരൊക്കെ വ്ലോഗ് എടുക്കുന്നത് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നേ. എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് തോരനൂടെ ചെയ്തു കേട്ടോ. അപ്പൊ എല്ലാം റെഡിയാക്കി കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങള് റെഡിയായി ഇറങ്ങി. സംസാരിച്ച് വീഡിയോ അപ്പുറത്ത് പോയി ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അതെ, ലിഫ്റ്റിൽ കയറി. ജസ്റ്റ് ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഇതാ എന്റെ ഫ്രണ്ട്, മറന്നുപോയി പറയാം. ഇതാ എന്റെ ഫ്രണ്ട് ഗീതു. ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണേ. ആഹ് ഞങ്ങള് കാറിൽ ഇറങ്ങി. ആക്ച്വലി പോകുന്നത് MG റോഡിലുള്ള ഉർവശി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പൊ ആൾക്ക് എന്തൊക്കെയോ മേടിക്കണം. ആർക്കും മക്കൾക്കും അവരുടെ ഫ്രണ്ടിന് 2 കുഞ്ഞു മക്കളാണ് ഉള്ളത്. അപ്പം പെൺകുട്ടികളാ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ മേടിക്കണം ആൾക്ക്. അപ്പൊ അങ്ങനെ പോവാ. എനിക്ക് മേടിക്കുന്ന ജസ്റ്റ് ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ പോവാന്ന് പറഞ്ഞതാ കേട്ടോ. അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു. ഗീതുവിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഗീതുവിന്റെ വീട് ട്രിവാൻഡ്രം. അപ്പൊ അവിടെ ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക. വീക്കെൻഡ്സ് പിള്ളേരെ കാണാൻ ഓടിപ്പോവും. എല്ലാ വീക്കെൻഡും പോവും നാട്ടില്. റയാൻകുട്ടി ബാച്ചിലിരിക്കുകയാണ്. മോന്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. എന്റെ മോന്റെ പേര് റയാൻ എന്നാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക. നെക്സ്റ്റ് ഇയർ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഞങ്ങൾ വന്നേക്കുന്നത് ഉർവശി എന്ന് പറഞ്ഞൊരു കടയിലാണ്. MG റോഡിലുള്ള ഉർവശി. ഒരു ദൈവമേ, കളക്ഷൻസ് കണ്ട എന്തോരം ഉണ്ടെന്ന് അറിയാം. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാം, അധികം ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ദൈവമേ ഒത്തിരി ഉണ്ട്. അതല്ല, കുറെ നമ്മള് ബാക്കിയുള്ള ഷോപ്സ് വെച്ച് നോക്കുമ്പം പ്രൈസ് കുറെ കുറവാണ്. നല്ല കളക്ഷൻസും ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ആക്ച്വലി ഒരു വീട്ടുമാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. അവൾ കുറേ സാധനങ്ങൾ മേടിച്ചു. മോൾക്ക് 2 മക്കളുണ്ടല്ലോ. അപ്പൊ അവൾക്ക് കുറേ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. അവൾക്ക് 2 അവൾക്കും മേടിച്ചു. ഞാൻ ഒരു ഷാമ്പു മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവന് ഒരു രക്ഷയില്ല, ഭയങ്കര വഴക്കായിരുന്നു അവിടെ. അവന് പറ്റിയതൊന്നും ഇല്ലല്ലോ, ടോയ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് എല്ലാം ലേഡീസ് ഐറ്റംസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നടന്നു വരുവാ കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഷോപ്പ്. ഞാൻ ഇങ്ങനെ പറയും. പക്ഷെ അവിടെ പാർക്കിംഗ് മാത്രമാണ് കുറച്ച് പ്രോബ്ലം. പാർക്കിംഗ് ഇല്ല. ആക്ച്വലി ഞങ്ങൾ കുറച്ച് ദൂരം പാർക്ക് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആര്യാസിന് ഫുഡ് കഴിച്ചു, പാവബജി കഴിച്ചു. അവിടെ കഴിച്ചു. ഞങ്ങൾ എല്ലാവരും 3 പേരും പാവബജി കഴിച്ചു. നല്ല കോഫിയും, ചൂട് കോഫി. നല്ല ടയർഡായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ച് മാത്രമേ കേൾക്കുള്ളൂ. പക്ഷെ ഞാൻ നല്ല ടയർഡായി. ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ. ബാക്കി എനിക്ക് കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ഇതിനെക്കാട്ടും നല്ല ബെറ്റർ ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങാൻ പോവാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.